മാനസദസ്സിന് നമസ്കാരം. ജൂൺ 26 ലോകമെമ്പാടും അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായി നാം ആചരിക്കുകയാണ്. ഐക്യരാഷ്ട്രസഭയുടെ ആഹ്വാന പ്രകാരം 1987 മുതലാണ് ഈ ദിനം ആചരിച്ചു തുടങ്ങിയത്. മയക്കുമരുന്നിന്റെ ഉപയോഗത്തിനും അതിന്റെ അനധികൃത കടത്തലിനുമെതിരെ ശക്തമായ അവബോധം ജനങ്ങളിൽ വളർത്തുക എന്നതാണ് ഈ ദിനത്തിന്റെ പ്രധാന ലക്ഷ്യം. ലഹരി ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ഒരു വലിയ വിപത്തായി മാറിയിരിക്കുകയാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ യുവതലമുറയും വിദ്യാർത്ഥികളുമാണ് ഇതിന്റെ പ്രധാന ഇരകൾ. ഒരു തമാശയ്ക്കോ കൗതുകത്തിനോ വേണ്ടി തുടങ്ങുന്ന ഈ ശീലങ്ങൾ ജീവിതത്തെ വരെ നശിപ്പിക്കുന്ന രീതിയിലേക്ക് എത്തിക്കുന്നു. പഠനത്തിലും കരിയറിലും ശ്രദ്ധിക്കേണ്ട പ്രായത്തിൽ മയക്കുമരുന്നിന്റെ ലോകത്തേക്ക് വഴിതെറ്റു പോകുന്ന കുട്ടികളുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണ്. ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങൾക്കും ആക്രമണങ്ങൾക്കും പ്രധാന കാരണം ഈ ലഹരിയാണ്. ലഹരിക്കെതിരെയുള്ള പോരാട്ടം കേവലം പോലീസിന്റെയോ എക്സൈസ് വകുപ്പിന്റെയോ മാത്രം ചുമതലയല്ല. കുട്ടികളിൽ വരുന്ന ഓരോ ചെറിയ മാറ്റവും ശ്രദ്ധിക്കേണ്ടത് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും സമൂഹത്തിന്റെയും ഉത്തരവാദിത്തമാണ്. നമ്മുടെ കൂട്ടുകാർ ആരെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ തിരുത്തുവാനും വേണമെങ്കിൽ മുതിർന്നവരെ അറിയിക്കുവാനും നാം മടിക്കരുത്. വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയും കുട്ടികൾക്ക് കൃത്യമായ ബോധവൽക്കരണം നൽകുകയും വേണം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. ശിരസ്സുയർത്തി പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എരിഞ്ഞുടയ്ക്കുകയില്ല നാം. വരം കണക്കെ കിട്ടിയ ജീവിതം എരിഞ്ഞുടയ്ക്കുകയില്ല നാം. ശിരസ്സുയർത്തി 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 പറയുക ലഹരിക്കടിപ്പെടില്ലൊരു നാളും നാം. അതെ, യുവതലമുറയായ നാം ഓരോരുത്തർക്കും ലഹരിയോട് വിട പറയാം. Say no to drugs, say yes to life. ലഹരി വിമുക്ത ഒരു പുതിയ നാളേക്കായി നമുക്ക് ഇന്നേ കെട്ടിപ്പടുക്കാം. അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.